ഓക്കെ, നമുക്ക് ഇനി അടുത്ത മൂന്നാമത്തെ മൊഡ്യൂളിൽ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. ആ ചാപ്റ്ററിൻ്റെ പേര് ഹീറ്റ് എന്നാണ്. ഹീറ്റ് അത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്, പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളൊന്ന് കാണുന്നതിനോടൊപ്പം സപ്പോർട്ടും കൂടെ ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് ഫിസിക്സ് എഴുതാം, എക്സാമിന് വന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹീറ്റും ടെമ്പറേച്ചറും? ടെമ്പറേച്ചർ, ഹീറ്റും ടെമ്പറേച്ചറും നിങ്ങൾ ഹീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു സബ്സ്റ്റൻസ് എടുക്കുക, പഠിപ്പിച്ചാൽ എല്ലാവർക്കും ഒരുപാട് മോളിക്യൂൾസുകളുണ്ട് അല്ലേ? ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ആഡ് ചെയ്യുന്നതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ പേരാണ് എന്ത്? ഹീറ്റ് എനർജി. അപ്പം എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഇൻ എ സിസ്റ്റം ഈസ് കോൾഡ് ഹീറ്റ് എനർജി. എങ്ങനെയാണ് ടെമ്പറേച്ചർ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുന്നില്ല, കൈനറ്റിക് എനർജി മാത്രമേ എടുക്കൂ. So it is the average kinetic energy of the molecules in the system is called temperature. ഇനി heat is a form of energy. Heat എന്ന് പറയുന്നത് form of energy ആണ്. ടെമ്പറേച്ചർ എന്നുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയാം, ഒരു വസ്തു എന്തുമാത്രം ചൂടായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വസ്തു എന്തുമാത്രം തണുത്തിരിക്കുന്നു എന്നതിൻ്റെ അളവിനെ പറഞ്ഞ പേരാണ് ടെമ്പറേച്ചർ. സോ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് an object is temperature. Temperature is a fundamental quantity. Fundamental quantity ആണ് temperature. But heat is a derived quantity. Derived quantity ആണ്. Derived quantity. Heat is a derived quantity. Okay. SI unit is joule. ഇവിടെ SI unit is Kelvin. ഇനി അതിന് കോമൺ യൂണിറ്റ്സ്, ഇവിടെ കോമൺ യൂണിറ്റ്സ് ഉണ്ട്, ടെമ്പറേച്ചർ കോമൺ യൂണിറ്റ്സ് ഉണ്ട്. അറിയുന്ന ഏതൊക്കെ? ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട്, ഫാരൻഹീറ്റ് അല്ലേ, ഇതൊക്കെയാണ്. പിന്നെ കെൽവിനാണ് SI യൂണിറ്റ്. അതുപോലെ തന്നെ ഇവിടെ കോമൺ യൂണിറ്റ്സുകളുണ്ട്. ഒന്നാമത്തെ കോമൺ യൂണിറ്റ് ആണ് കോമൺ യൂണിറ്റ്സ് എർത്ത്. എർത്ത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കലോറി ആയിട്ടാണ്. കാലറി 1 calorie is equal to 4.2 joule. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കുക. ബട്ട് ഈസ് the sum of kinetic energy and potential energy of the molecules of a system. What is temperature? It is the average kinetic energy of the molecules in a system. It is a form of energy. Temperature is a degree of hotness or a coldness of an object. So fundamental quantity is a derived quantity. SI unit is Kelvin. SI unit is joule. Common units are degree Celsius to Fahrenheit. Common units are calorie. 1 calorie is equal to 4.2 joule. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഈ തമ്മിലുള്ള റിലേഷൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ആരൊക്കെ തമ്മിലുള്ള റിലേഷൻസ് ആണെന്ന് വെച്ചാൽ ഡിഗ്രി സെൽഷ്യസും അതുപോലെ ഡിഗ്രി കെൽവിനും ഡിഗ്രി ഫാരൻഹീറ്റ്. ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ ഇത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഡിഗ്രി സെൽഷ്യസ് ആണ്, അതായത് TC. ഇത് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണ്, TK തന്നെയാണ്. ഇത് ടെമ്പറേച്ചറിൽ ഫാരൻഹീറ്റ് ആണ്. നിങ്ങൾക്കറിയാം, രണ്ട് സ്കെയിലുകളാണ് എടുക്കുന്നത്. ഒന്ന് നിങ്ങൾക്കറിയാം, വെള്ളം ഐസാവുന്ന ഡിഗ്രി ഏതാണ്? അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞു. അതേ സാധനം തന്നെ നമ്മൾ കെൽവിനിൽ പറഞ്ഞാൽ അത് 273 കെൽവിൻ ആകുമ്പോഴാണ് ഐസാവുന്നത്. അത് ബോയിൽ ചെയ്യുന്നത് 373 കെൽവിൻ ആകുമ്പോഴാണ്. ഈ ഫാരൻഹീറ്റ് ആവുന്ന കേസ് എന്നുള്ളത് ഫാരൻഹീറ്റ് ആവുന്നത് ഇവിടെ 212. ഇവിടെ 32. ഓക്കെ, 32 ഫാരൻഹീറ്റിലാണ് ഐസാവുന്നത്, 312 അത് തിളയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇവിടെ ടെമ്പറേച്ചർ എഴുതുമ്പോൾ TC ശ്രദ്ധിക്കുക, ഇവിടെ TC മൈനസ് ലോവർ ഡിഗ്രി
ഡിവൈഡഡ് തമ്മിലുള്ള ഡിഫറൻസ് 100 മൈനസ് ഇവിടെ കെൽവിനാണ് പറഞ്ഞത് TK മൈനസ് ലോവർ ടെമ്പറേച്ചർ 273 ആണ് ഡിവൈഡഡ് ബൈ തമ്മിലുള്ള ഡിഫറൻസ് 273 മൈനസ് 270. അടുത്ത ഫാരൻഹീറ്റ് എടുക്കാൻ TF മൈനസ് 32 ഡിവൈഡഡ് ബൈ 212 മൈനസ് 32. ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ TC ഡിവൈഡഡ് ബൈ 0 കുറച്ചാൽ 100 തന്നെയാണ് കിട്ടുന്നത്. TC TK മൈനസ് 273 ഡിവൈഡഡ് ബൈ തമ്മിൽ മൈനസ് ചെയ്താൽ 100 എന്ന് കിട്ടും. TK മൈനസ് 32 ഡിവൈഡഡ് ബൈ 100. ഒരു ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റിലോട്ടോ അതേ കെൽവിനിലോട്ടോ മാറ്റാൻ ഉള്ള സ്കെയിലിന്റെ വാല്യൂസ് ആണ് ഞാൻ വേണ്ടി. ഒരു ഡിഗ്രി സെൽഷ്യസും കെൽവിനോട് എടുക്കുന്നത് ഇത് തമ്മിലുള്ള റിലേഷൻ. ഇനി ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റോട് എടുക്കുന്നതെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ. ഇനി കെൽവിനും ഫാരൻഹീറ്റോടാണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ. മനസ്സിലായോ? അപ്പൊ അതാണ് ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പൊ രണ്ട് മൂന്നും ഒരു ഡിഗ്രി തന്നിട്ട് ഫാരൻഹീറ്റിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ചോദ്യം വന്നാൽ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് എന്താണ്. നമ്മളൊക്കെ പനി വരുന്ന ആൾക്കാരാണ്. പനി വരുമ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ പോകും. നമ്മൾ നേഴ്സ് നമ്മളെ വായിക്കാത്ത ഒരു സാധനം പറഞ്ഞിങ്ങനെ കുത്തി തരാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ വെച്ച് തരാം. അങ്ങനെ പറയുന്ന പേരാണ് തെർമോമീറ്റർ എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്ററിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പോൾ തെർമോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു ഷേപ്പിലാണ്, ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ്. തെർമോമീറ്ററിന് ഇവിടെ ഒരു സാധനമുണ്ട്. പിന്നെ നിങ്ങൾ വിളിക്കേണ്ട പേര് ബൾബ് എന്നാണ്. ബൾബ്. ഓക്കെ, ഇവിടെ അതിൻ്റെ റേഡിയസ് എത്രയാണ് നമുക്ക് കിട്ടിയ ഫാരൻഹീറ്റ് എന്നറിയാൻ വേണ്ടിയുള്ള സ്കെയിലുകൾ. ഈ ബൾബിൻ്റെ അകത്ത ഒരു സാധനമുണ്ട്. ആ സാധനത്തിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് മെർക്കുറി എന്നാണ് വിളിക്കുന്നത്. മെർക്കുറി ഒരു ലിക്വിഡ് മെറ്റലാണ്. മെർക്കുറിൻ്റെ പ്രത്യേകത ഒരു ലിക്വിഡ് മെറ്റലാണ്. നമ്മൾ ഈ മെറ്റൽസുകൾ ചൂടാക്കിയ മെറ്റൽസ് കയറി വരും. മെറ്റൽസിനെ ചൂടാക്കിയ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് കയറി എക്സ്പാൻഡ് ചെയ്യും എന്ന് പറയുന്നത്. നമുക്ക് ചൂടുണ്ടെങ്കിൽ നമ്മൾ വായിക്കാത്ത വരുമ്പോൾ ഈ മെർക്കുറി എന്ത് ചെയ്യും ചോദിച്ചാൽ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പോകുന്നത് മുകളിലോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എത്രയാണോ പനി എന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണ് ആ മെർക്കുറി തെർമോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെർക്കുറി തെർമോമീറ്റർ കൺസിസ്റ്റ് ഓഫ് ബൾബ്. ഇൻസൈഡ് ദി ബൾബ് ഇറ്റ് ഹാസ് മെർക്കുറി. Okay, it has mercury. Mercury is a liquid metal. While heating, it will expand. This is the basic principle of mercury thermometer. Mercury thermometer consists of bulb. Inside the bulb, it has mercury. Mercury is a liquid metal. While heating, it will expand. This is the basic principle of mercury thermometer. ഇനി നമുക്ക് അവിടെ ഒരു എസ്റ്റായിട്ട് വരുന്നതാണ് പൈറോമീറ്റർ. പൈറോമീറ്റർ ഓക്കെ, പൈറോമീറ്ററിൽ നമുക്ക് ഈ പടം ആദ്യം വരച്ചാൽ രണ്ട് മാർക്കുണ്ട്. ഒരു സോഴ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് ബോഡി. ഈ ഹോട്ട് ബോഡിയിൽ റേഡിയേഷൻസ് പുറത്തോട്ട് വരും. ഹീറ്റിനകത്ത് പുറത്തോട്ട് വരും. ഇങ്ങനെ ഹീറ്റിനകത്ത് പുറത്തോട്ട് വരും. അത് നമ്മളൊരു ഒപ്റ്റിക് സിസ്റ്റം വെച്ച് നമ്മളിന്ന് പറയും ഒപ്റ്റിക് സിസ്റ്റം. നമ്മളിവിടെ എടുത്ത ഒപ്റ്റിക് സിസ്റ്റം കോൺവെക്സ് ലെൻസാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കാൻ റേഡിയേഷൻസ് ഇവിടെ നിന്ന് വീഴും. അതെല്ലാം ഒരു സ്ഥലത്തോട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു സ്ഥലത്തോട്ട് ഒന്ന് വീഴും. അവിടെ നമ്മൾ ഡിറ്റക്ടർ വയ്ക്കുന്നുണ്ട്. ഡിറ്റക്ടർ, ആ ഡിറ്റക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. ഈ ബ്ലാക്ക് ബോഡി ഒരു തെർമോ ഇലക്ട്രിക്കുമായിട്ട് കണക്ട് ചെയ്യും. വിളിച്ച പേര് തെർമോ. അപ്പോൾ ഇത്തരം ഇതാണുള്ളത്. ഓക്കെ, അപ്പോൾ പൈറോമീറ്റർ കൺസിസ്റ്റ് ഓഫ് ഞാൻ പറയാം സോഴ്സ്,
സോഴ്സ് ബ്രാക്കറ്റിനകത്ത് പോർട്ട് ബോഡി ഒപ്റ്റിക് സിസ്റ്റം ബ്രാക്കറ്റിനകത്ത് കോൺവെക്സ്. നിങ്ങൾ ഇങ്ങനെ അടുത്ത സെമസ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് ലെൻസുകളെ പറ്റി. നമ്മൾ വീഡിയോസിന് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫുൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അടുത്ത വർഷം നിങ്ങൾ അടുത്ത സെമസ്റ്റർ ആവുമ്പോൾ നിങ്ങൾ കേട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ ലെൻസിനെ വിളിക്കുന്നത്, ഇങ്ങനത്തെ ലെൻസുകൾ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ ലെൻസ് കോൺവെക്സ് ലെൻസാണ് ഒപ്റ്റിക് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ് ചെയ്യുന്ന പരിപാടി ഇവിടെ നിന്ന് വരുന്ന എനർജി, അതായത് ഹീറ്റ് എനർജി, റേഡിയേഷൻസിന് ഒരു സ്ഥലത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സാധനം വെച്ചിട്ടുണ്ട് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ബോഡിയാണ്. ബ്ലാക്ക് ബോഡി തെർമോമീറ്ററുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യം പറഞ്ഞ പൈറോമീറ്റർ കൺസിസ്റ്റ് ഓഫ് സോഴ്സ് ബ്രാക്കറ്റിനകത്ത് പോർട്ട് ബോഡി ഒപ്റ്റിക് സിസ്റ്റം ബ്രാക്കറ്റിനകത്ത് കോൺവെക്സ് ലെൻസ് ഡിറ്റക്ടർ ബ്രാക്കറ്റിനകത്ത് ബ്ലാക്ക് ബോഡി ആൻഡ് തെർമോമീറ്റർ. അത് സെൻസ് എന്താ പറ്റുമല്ലോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോഴ്സ് പോർട്ട് ബോഡി ഒപ്റ്റിക് സിസ്റ്റം കോൺവെക്സ് ലെൻസ് ഡിറ്റക്ടർ ബ്ലാക്ക് ബോഡി തെർമോമീറ്റർ. രണ്ടാമത്തെ ബോഡി the source എന്ന് പറഞ്ഞാൽ source which emits radiations. Source is a high temperature body. Source is a high temperature body. It emits radiations. Okay, the radiation. Optic system. അടുത്ത എഴുതാവുന്നത് optic system. Optic system എന്താ? Optic system which focus the radiation from source to the detector. ഇവിടെ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ ഡിറ്റക്ടറിനോട് ഫോക്കസ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് എഴുതാനുള്ള optic system which focus the radiation from source to detector. Commonly used detector are black body. Commonly used detector are black body. Black body എന്താണ് ചെയ്യുന്നത്? Black body which absorb all radiations also. Black body ഈ radiations എല്ലാം absorb ചെയ്യും. Okay, black body which absorb all radiations also, which is connected to a thermoelectric. Okay, thermoelectric. What is the purpose of thermoelectric? Thermoelectric which convert heat energy into electric signals. Which convert heat energy into electric signals. Above ഇനി ഇതിന്റെ പ്രത്യേകത, ഇതിന് 500 ഡിഗ്രിയുടെ മേളിലുള്ള ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്തിട്ടുണ്ട്. Above 500 degrees Celsius we can measure by thermoelectric. Okay, temperature of a moving, ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ടെമ്പറേച്ചർ പൈറോമീറ്റർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് എ മൂവിംഗ് ഒബ്ജക്റ്റ് can be measured by pyrometer. Common names of pyrometers are infrared thermometer, non-contact thermometer, okay, non-contact thermometer. Okay, ഇത്രയാണ് മെസ്സേജ് ചോദിച്ചാൽ എഴുതാറുള്ളത്. വളരെ സിമ്പിളാണ്, മലയാളത്തിൽ തന്നെ മനസ്സിലായി. സോഴ്സിൽ ഒരു റേഡിയേഷൻസ് പുറത്തോട്ട് വിടുന്നു, ആ റേഡിയേഷൻസ് ഒരു ലെൻസ് വെച്ചിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ ഡിറ്റക്ടറിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്. ഡിറ്റക്ടറായിട്ട് ഉപയോഗിച്ചത് ബ്ലാക്ക് ബോഡിയാണ്. ബ്ലാക്ക് ബോഡി ചെയ്യുന്നത് എല്ലാ റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യും. അത് തെർമോ ഇലക്ട്രിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. തെർമോ ഇലക്ട്രിക്ക് ഈ വരുന്ന റേഡിയേഷൻസിനെ ഹീറ്റ് എനർജിനെ ഇലക്ട്രിക് സിഗ്നലിലാക്കി മാറ്റും. എബോവ് 500 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഒരു മൂവ് ചെയ്യുന്ന വസ്തുവിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പൈറോമീറ്റർ വെച്ച് പറ്റും. ഇതിന്റെ വേറെ അറിയപ്പെടുന്ന പേരുകളാണ് നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ, ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കൺസിസ്റ്റ് ഓഫ് സോഴ്സ്, ഒപ്റ്റിക് സിസ്റ്റം, ഡിറ്റക്ടർ, തെർമോ ഇലക്ട്രിക്. Source, high temperature body which emits radiations. Optic system focus the radiation from source to detector. Commonly used detector are black body. Black body which absorb all radiations forcibly. Black body is connected to thermoelectric which convert heat energy into electric signal. Above 500 degrees Celsius we can measure by pyrometer. Temperature of a moving object can be measured by pyrometer. The common names of pyrometers are infrared thermometer, non-contact thermometer. Okay, let's say the methods of heat transfer. മൂന്ന് ടൈപ്പ് മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഒന്നാമതാണ് കണ്ടക്ഷൻ, രണ്ടാമത്തത് കൺവെക്ഷൻ, മൂന്നാമത്തത് റേഡിയേഷൻ,
ട്രാൻസ്ഫർ എന്നാണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു മെറ്റൽ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട്. ഇതൊരു സ്പൂണാണ്. ഓക്കെ, മെറ്റൽ സ്പൂണാണ്. ഞാനിവിടെ മെഴുകുതിരി കത്തിച്ചു. മെഴുകുതിരി കത്തിച്ചു എന്താണ് ഇത് നടക്കുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ കൈ ഇവിടെ എൻ്റെ കൈ വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാ മോളിക്യൂൾസും, ഈ മോളിക്യൂൾസ് സോൾട്ട്സിനെ വളരെ ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ അവസ്ഥ ഞാൻ ഇവിടെ വരച്ചു വയ്ക്കും. ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും അല്ലേ? അപ്പം ഞാനിവിടെ ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യണം. എൻ്റെ കൈ ഇതാണെന്ന് വിചാരിക്കും. എൻ്റെ കൈ ഓക്കെ, എനിക്ക് എങ്ങനെ കൈ ചൂട് കിട്ടുന്നത്? ഈ ഹീറ്റ് എനർജി ഇത് അബ്സോർബ് ചെയ്യും. അതെന്തെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. അവിടെ ഇരിക്കുന്ന മോളിക്യൂൾസ് എഴുന്നേറ്റ് പോകത്തില്ല, ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് ഈ മോളിക്യൂൾസ് ഇതിനുണ്ട്, ഈ മോളിക്യൂൾ ഇതിനുണ്ട്, ഈ മോളിക്യൂൾ ഇതിനെഴുതി അങ്ങനെയാണ് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ. അപ്പൊ ഈ കൈക്ക് ചൂട്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന മോളിക്യൂള് യഥാർത്ഥത്തിൽ ആക്ച്വലായിട്ട് ഇങ്ങനെ ഓടി വന്നല്ല എൻ്റെ കയ്യിൽ ഹീറ്റ് കിട്ടിയത്. ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് മോഷൻ ഇല്ലാതെ എന്ത് ചെയ്തു ഹീറ്റ് ട്രാൻസ്ഫർ. അത്തരം മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? കണ്ടക്ഷൻ. അപ്പോൾ എങ്ങനെ പറയാം? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ദ ആക്ച്വൽ മോഷൻ ഓഫ് മോളിക്യൂൾ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ആക്ച്വൽ മോഷൻ ഓഫ് മോളിക്യൂൾ. ഇറ്റ് റിക്വയർ എ മീഡിയം ഫോർ ഹീറ്റ് പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം. മോസ്റ്റ്ലി ടേക്സ് പ്ലേസ് ഇൻ സോൾട്ട്സിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇനി സബ്സ്റ്റൻസ് വിച്ച് കണ്ടക്ട് ഹീറ്റ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. ഹീറ്റ് കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ് ആർ കോൾഡ് നോൺ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഇറ്റ് ഇസ് ദി സ്ലോവസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇവിടെ എന്താണ് നടക്കുന്നത്? വളരെ പതുക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. ഇറ്റ് ഇസ് സ്ലോവസ്റ്റ് മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇത്രയും പോയിന്റുകൾ കണ്ടക്ഷനിൽ വരണം. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. എന്താണ്? It's a method of heat transfer without the actual motion of molecules. Mostly takes place in solids. The slowest mode of heat transfer. Substance which conduct heat are called conductors. Substance which does not conduct heat are called bad conductors, poor conductors. ഇനി നമുക്ക് ഇവിടെ പറയുമ്പോൾ കൺവെക്ഷനിൽ പറയുമ്പോൾ ശ്രദ്ധിക്കുക. കൺവെക്ഷനിൽ ഇതിൻ്റെ അകത്ത് മോളിക്യൂൾ ഇതിൻ്റെ അകത്ത് ഒരു വെള്ളം ചെറുപ്പത്തിൽ വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ മുക്കി വെച്ചിരിക്കണം. ഇതെൻ്റെ കൈയാണ്. ഞാനിങ്ങനെ കൈ മുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഹീറ്റ് കൊടുക്കും. ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള മോളിക്യൂൾസിന് ഹീറ്റ് എനർജി കിട്ടുകയും ഈ എൻ്റെ കയ്യിലൊന്നും ഇരിക്കുകയും ചെയ്യും അല്ലേ? ഇത് ആ ഹീറ്റ് എനർജി കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചൂടെടുത്ത് ഞാൻ കൈ മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടന്നത് മോളിക്യൂൾസിന്റെ ആക്ച്വൽ മോഷൻ കാരണമാണ് ഹീറ്റ് ട്രാൻസ്ഫർ. അത്തരം ഹീറ്റ് ട്രാൻസ്ഫറിനെ നിങ്ങൾ വിളിക്കാനുള്ള പേരാണ് കൺവെക്ഷൻ. ഇപ്പം എങ്ങനെ പറയാം? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആക്ച്വൽ മോഷൻ ഓഫ് മോളിക്യൂൾസ്. ഇറ്റ് റിക്വയർസ് എ മീഡിയം ഫോർ ഹീറ്റ് പ്രൊപ്പഗേഷൻ. മോസ്റ്റ്ലി ടേക്സ് പ്ലേസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലിക്വിഡ്സിലും ഗ്യാസസിലുമാണ് കൂടുതലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. കൺവെക്ഷൻ, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, ട്രേഡ് വിൻഡ്സ് ഒക്കെ നടക്കുന്നത് കൺവെക്ഷനിലാണ്. അത്രയും പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. അടുത്ത നമ്മൾ പറയുന്നത് റേഡിയേഷൻ. റേഡിയേഷൻസ് നമുക്ക് എവിടെ ചോദിച്ചാൽ ഇത് എർത്താണെന്ന് ചോദിച്ചാൽ ഇത് സണ്ണാണ്. അപ്പോൾ സണ്ണിൽ നിന്ന് ഹീറ്റ് എനർജി എർത്തിലോട്ട് വരും. അപ്പോൾ സണ്ണിൽ നിന്ന് എർത്തിലോട്ട് ഹീറ്റ് എനർജി വരെയുണ്ട്. അത് ഏത് മെത്തേഡിൽ കൂടിയാണെന്ന് ചോദിച്ചാൽ റേഡിയേഷനിൽ കൂടിയാണ്. ഇനി ഇതിനൊരു മീഡിയം വേണ്ട. ഈ സണ്ണിൻ്റെയും എർത്തിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം ഇല്ല, വാക്യൂമാണ് ഉള്ളത്. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ഹീറ്റ് പ്രൊപ്പഗേഷൻ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ നടത്താൻ ഒരു മീഡിയം വേണ്ട. ഇറ്റ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും the speed of radiation in vacuum. Vacuum is speed of radiation in the value 3 into 8 meter per second ആണ്. ഇനി നോർമൽ ലൈറ്റിന് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്യിപ്പിക്കാം, റിഫ്രാക്ട് ചെയ്യിപ്പിക്കാം. ഇനി ലൈറ്റ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് പോളറൈസേഷൻ, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഇതൊക്കെ ഡിഫ്രാക്ഷൻ, interference,
ഇൻ്റർഫറൻസിനൊക്കെ നമുക്ക് റേഡിയേഷൻസ് കാണാം. ഇത്തരം പ്രോപ്പർട്ടീസുകളാണ് റേഡിയേഷൻസ്. ഓക്കെ ഓക്കെ ഒന്നുകൂടെ പറയാം. ഹീറ്റ് ഫ്രം സൺ ടു എർത്ത് occur due to radiation. It does not require a medium for heat transfer. It is the fastest mode of heat transfer. Speed of radiation in vacuum is 3 meter raised to 8 meter per second. Radiations can be reflected or refracted as an ordinary light. The phenomenon of polarization of diffraction difference takes place due to radiation. Radiation or other properties. Okay, ini sekarang kita belajar thermal properties thermal properties, thermal conductivity. എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? ഒരു വസ്തു എന്തുമാത്രം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു എന്നതിന്റെ എമൗണ്ടിനെ പറഞ്ഞിട്ടാണ് തെർമൽ കേട്ടോ. ഞാൻ ഒരു കണ്ടക്ടർ എടുക്കും. ഈ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് കണ്ടോ, ഇതാണ് അതിന്റെ ഏരിയ ഓഫ് ക്രോസ്. ഏരിയ ഓഫ് ക്രോസ്. ഓക്കെ, ഇവിടെ ഉള്ള ടെമ്പറേച്ചർ ഇവിടെ ഹീറ്റ് കൊടുക്കണം വിചാരിക്കുക. ഇവിടെ ഉള്ള ടെമ്പറേച്ചർ T1 ആണ്, ഇവിടെ ഉള്ള ടെമ്പറേച്ചർ T2 ആണ്. ഇത് തമ്മിലുള്ള ആകാരം കണ്ടോ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ Q/T എന്ന് എഴുതും. Q എന്നുള്ളത് നമുക്ക് ഹീറ്റ് നടക്കും, ഹീറ്റ് ഫ്ലോ നടക്കും. ഹയർ ടെമ്പറേച്ചറിനും ലോവർ ടെമ്പറേച്ചറിനോട്ടാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. ഈ Q/T എന്നുള്ളത് റേറ്റ് ഓഫ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേറ്റ് എന്നാണ് പറയുന്നത് ഹീറ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്നുള്ളത് കൊണ്ട് ഇത് കുറയ്ക്കുക. T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T. ഇതിനെ വിളിക്കുന്നവരാണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിസ്കോസിറ്റിയിലൊക്കെ പഠിക്കുമ്പോൾ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞൊരു ടേം പഠിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ള ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. Q/T is equal to a constant lambda. Lambda A into T1 minus T2 divided by D. ഈ ലാംഡയെ കുറിച്ച് പറയാൻ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഒരു ഇക്വേഷൻ പറയാൻ പറഞ്ഞാൽ ഈ ഡീനെ മുകളിലോട്ട് എഴുതുക. Q ഇൻറ്റു ഈ ഡീനെ മുകളിലോട്ട് എഴുതി ഇവിടെ ഒരു T ഉണ്ട്. എ താഴോട്ട് എഴുതി T2 T1 മൈനസ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് പറയാൻ ശ്രമിക്കുക. ജൂൾ. ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ. അപ്പോൾ ജൂൾ പെർ സെക്കൻഡിനെ നിങ്ങൾ വിളിക്കുന്ന പേര് വാട്ടെന്നാണ്. വാട്ട്. ഈ ഒരു മീറ്ററും ഇത് വെട്ടിപ്പോയി ഈ അങ്ങ് മോളോട്ട് പോയാൽ M⁻⁻1 കെൽവിൻ മോളോട്ട് എഴുതിയ Kelvin⁻⁻1 എമ്മിനെ മോളോട്ട് വെട്ടി കെൽവിനെ മോളോട്ട്. അപ്പോൾ വാട്ട് നമുക്ക് ഒന്നി വാട്ട് പെർ മീറ്റർ का केल्विन ആണ്, അല്ലെങ്കിൽ വാട്ട് M⁻⁻1 So what is thermal conductivity എന്ന് നമുക്ക് ഒരു കാര്യമാണ്. Rate of heat flowing through a conductor is directly proportional to area of contact and temperature gradient. Where lambda is called ഇവിടെ വരുന്ന ലാംഡയെ വിളിച്ച പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ലാംഡയെ വിളിച്ച പേരാണ് തെർമൽ തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയൽസിൽ കൂടുതൽ ഹീറ്റ് ഫ്ലോ നടക്കും. അതാണ് നമ്മൾ ഈ ചായ പാത്രത്തിലൊക്കെ നമ്മൾ തിളപ്പിക്കുമ്പോൾ താഴെ അലുമിനിയം സ്റ്റീലൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്, മെറ്റൽസുകളായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. മറിച്ച് പിടിയിൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആയിരിക്കും. വുഡ്, പ്ലാസ്റ്റിക് ഒക്കെ അവിടെ തെർമൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആയിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി രണ്ട് ടേംസ് കൂടിയാണ് ഉള്ളത്. ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങൾ നോക്കുക, ഞാനൊരു മെറ്റീരിയൽ എടുക്കുന്നു, ആ മെറ്റീരിയൽ ഞാൻ ഹീറ്റ് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ഹീറ്റ് കൊടുക്കുക. 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര എമൗണ്ട് ഹീറ്റ് കൊടുക്കും, അതിനെ വിളിച്ചിട്ടാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പം എങ്ങനെയാണ് ഹീറ്റ് കപ്പാസിറ്റി? ∆Q/∆T. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഓഫ് എ സബ്സ്റ്റൻസ്. ഇനി നമ്മൾ അടുത്ത പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മാസ്. അപ്പോൾ 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടി
എന്ത് മാത്രം ഹീറ്റ് കൊടുക്കണം. അത് സ്മോൾ എക്സ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പറയും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. It is the amount of heat required to rise the temperature 1 degree of one kilogram substance through a 1 degree. It is the amount of heat required to rise the temperature 1 degree of a substance 1 kilogram. 1 kilogram substance ഉള്ള നമ്മൾ റൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി റൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിന് മാത്രം amount of heat കൊടുക്കും. അങ്ങനെ പറഞ്ഞ പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള വാട്ട് 4200 ആണ്. ഇവിടുത്തെ യൂണിറ്റ് പറഞ്ഞാൽ ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ഈ ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ പൈറോമീറ്റർ എന്ന് തമ്മിൽ അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നല്ല ക്വസ്റ്റ്യനാണ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റി യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതണം വാട്ട് പെർ കെൽവിൻ പെർ മീറ്റർ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർക്കുക, പഠിക്കുക, ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും എക്സാം നമ്മൾ 3ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കണ്ട് റിപ്പീറ്റ് ചെയ്ത് നോട്ടുകൾ വായിക്കുക, ക്ലാസ്സുകൾ കാണുക, നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ എക്സാം അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെരി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.